എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയി. അപ്പോൾ ഇന്നലെ വോട്ടിൻ്റെ ദിവസമാണല്ലോ നമുക്ക് കേരളത്തിൽ. അപ്പോൾ വോട്ട് ചെയ്യാൻ പോയ വിശേഷങ്ങൾ, പോയി വരുന്ന സമയത്ത് അതിന് ശേഷം, അതായത് വോട്ട് ചെയ്ത് കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഉള്ള ഞങ്ങളെ കുറച്ച് പർച്ചേസ്, പിന്നെ റോഡ് സൈഡിൽ നിന്ന് ഒരു ചായ കുടിക്കൽ. അപ്പം അമ്മയ്ക്ക് എന്താ വെച്ചാൽ ചെടിച്ചട്ടി കുറേ പറഞ്ഞൊരു ചെടിച്ചട്ടി. അപ്പോൾ ഇവിടെ നല്ല ചെടിച്ചട്ടികളൊക്കെ കിട്ടുന്ന നല്ല ഈ പൂക്കളൊക്കെ ഉള്ള ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ അവിടുന്ന് അത് വാങ്ങണം. അങ്ങനെ കുറേ നിറയെ വിശേഷങ്ങളാണ് ഇപ്പം ഇന്ന്. അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. നമുക്ക് പോവാം അല്ലേ? നേരം 1 മണിയായി. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് എങ്ങനെ ഉണ്ട്, ഇപ്പോൾ മഞ്ചേരി ടൗൺ ഭാഗത്തേക്കല്ല, ഞങ്ങൾ നേരെ എങ്ങനെ ഉണ്ട്, നമ്മൾ മലപ്പുറം റോഡിന് പെരിന്തൽമണ്ണ റോഡിലേക്ക് തിരിഞ്ഞ് അങ്ങനെയാണ് പന്തലൂർക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും വോട്ട് ചെയ്യാൻ പോകുന്ന വിശേഷങ്ങൾ, കാര്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി നമുക്ക് എങ്ങനെയായാലും പോട്ടെ ഞങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ നല്ല ചൂടും വെയിലും. അപ്പോൾ ഏതായാലും പോട്ടെ. അപ്പം ഈ ഒരു പാലം കടന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്താനായി. അപ്പോൾ അങ്ങനെ ഏപ്രിൽ 9-ാം തീയതി ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഞങ്ങളേതായാലും വോട്ട് ചെയ്തു. ഞാനും അമ്മയും വോട്ട് ചെയ്തു. നമ്മളെന്ന് വെച്ചാൽ പന്തലൂർ GLP സ്കൂൾ, അതായത് ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സ്കൂളാണ്. ഞങ്ങൾക്ക് അവിടെയാണ് വോട്ട്. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ വോട്ടവകാശം നമ്മൾ വിനിയോഗിച്ചു. അമ്മ, ഞാൻ രണ്ടാളും വോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോവാണ്. ഇതിപ്പോൾ ഒന്നുമില്ല, ആനയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ചായ, ഒരു ചെറുകടി അത് കഴിച്ച് പോട്ടെ.
നിങ്ങൾക്ക് എന്താണ് കടി വേണ്ടത്? ചായക്കടി. അതിൽ അവിടെ പഴംപൊരി ഉണ്ട്, പിന്നെ പഴം നിറവുണ്ട്, ഉണ്ട ഉണ്ട്, പരിപ്പ് വട ഉണ്ട്, സമൂസ ഉണ്ട്. എന്താ വേണ്ടത്? പഴംപൊരി മതിയോ? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ പലഹാരം, ചായ. ഞാനേതായാലും ഒരു പഴം നിറവാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് അല്ല ഇത് നിങ്ങൾക്ക് ഇത് പഴം, ഇതാണ് നിങ്ങൾക്ക്. ഈ ചായ കൊണ്ടൊരു ഇവിടെ നേരെ റോഡ് സൈഡിൽ തന്നെ ആവുകൊണ്ടേ രസമുണ്ടല്ലേ. റോഡ് സൈഡിൽ ഞാനേതായാലും പഴം നിറവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ പഴം നിറവ്. അങ്ങനെ എല്ലാ കടയിലൊന്നും ഉണ്ടാവില്ല പഴം നിറവ്. ഓട്ടോയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങനെ വന്ന് അങ്ങനെ ഇപ്പോൾ ആനക്കത്ത് ഞങ്ങൾക്ക് പോകുന്ന ഒരു ആ റോഡിന്, മഞ്ചേരി റോഡിൻ്റെ അവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് മലപ്പുറം റോഡിനോട് തിരിഞ്ഞിട്ടാണ് ഇവിടെ ഈ ഒരു ചായക്കട. ഞങ്ങൾ കുടിക്കാനായിട്ട് ഒന്നും ഇങ്ങനെ കയറിയതാണ്. ഇപ്പം നേരെ അങ്ങനെ തന്നെ പോകണം ഞങ്ങൾക്ക് ആ റോഡിന്. അല്ലേ നമ്മൾ അങ്ങേ ഭാഗത്തേക്ക്. അല്ല അപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തില്ല, ഈ ഭാഗത്തേക്കാണ് നമുക്ക് മഞ്ചേരി ഭാഗം എന്ന് പറയുന്നത്. നമ്മളെ പൂച്ചക്കുട്ടിക്ക് സമൂസ വാങ്ങട്ടെ. വേറെ 1-2 കാര്യം കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. നിങ്ങൾ ഇതൊന്ന് വരി ചെറുതോ ആ 40 റുപ്യ. 40 ഇതുപോരെ നമുക്ക്? ഇതുപോരെ? എന്തിപ്പോൾ ഈ മാങ്ങേൻ്റെ പേര് പറഞ്ഞു? സീഗോവ. മൽഗോവയ്ക്ക് പകരം സീഗോവയില്ലേ? അപ്പോൾ ഇതൊന്നും നോക്കുക, നമ്മൾ നല്ല മധുരമുണ്ടെന്നാണ് പറഞ്ഞത്. അടിപൊളിയാ. ആനക്കയത്ത് മഞ്ചേരി റോഡിൽ ആണ് ഇപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് കട. അപ്പോൾ ഞങ്ങൾ നേരെ ചായകുടി കഴിഞ്ഞു, മാങ്ങ, തണ്ണിമത്തൻ ഒക്കെ വാങ്ങി. ഇനി നേരെ ചട്ടി വാങ്ങാണ്ട് നമ്മൾ ഈ ചില തുളസി ഇതൊക്കെ ഉണ്ടാക്കാം അമ്മയ്ക്ക് ചെറിയ ചെടികൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി. അത് തൊട്ടപ്പുറത്തുണ്ട്, ഇവിടെ കുട്ടിപ്പാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൂടി വാങ്ങട്ടെ ഇനി. അപ്പം അങ്ങനെ നമ്മൾ ചട്ടി വാങ്ങാൻ കടയിലെത്തി. എത്ര നമുക്ക് പറഞ്ഞത്? 5 100. അപ്പോൾ 20 റുപ്യ വന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയാണ്, ഇതാണ് ഇപ്പോൾ അമ്മ പറഞ്ഞ ചട്ടി. അപ്പോൾ ഏതായാലും വാങ്ങട്ടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഇത് പ്ലാസ്റ്റിക് അല്ലേ? ഒക്കെ എല്ലാം പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക്കിൻ്റെ ഈ നമ്മൾ ചെടികൾ, അതായത് അലങ്കാര ചെടികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുന്നാണ് ഇപ്പോൾ നമ്മളിത് വാങ്ങണത്. ഇതിപ്പോൾ ഇങ്ങനെ ആനക്കയത്തിൻ്റെ അടുത്ത്, അതായത് മുട്ടിപ്പാലത്തിൻ്റെ ഒക്കെ അടുത്ത് അയനിക്കുണ്ട്, ആ സ്ഥലത്താണ്. അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ.
നേരെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയൊക്കെ വാങ്ങാനും ഒക്കെ പറ്റും. പോരെ നോക്കിയേ അമ്പലല്ലേ? ഇതിപ്പോ വീടിന്റെ അടുത്ത് എത്താനായി മുട്ടിപ്പാലം. ഇതിലിപ്പോ പുളിയിഞ്ചി ഉണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഉണക്കമീൻ, ഉണക്ക ചെമ്മീൻ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ബീഫ്, മീൻ, എല്ലാം ഉണ്ട് അല്ലേ? വലുതുണ്ട് ചെറുതുണ്ട്. പിന്നെ പൈനാപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്. ചെറുതാ ഇത് 105ന്റെ, മറ്റത് 175ന്റെ 1/2 കിലോ ആണല്ലേ? അപ്പൊ ഈ ചേച്ചിയാണ് ഇവിടെ റോഡ് സൈഡില് പുളിയിഞ്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കണല്ലേ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കണാണ്, നല്ല ശുദ്ധമായതാണ്. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോ നാടൻ കാന്താരി മാങ്ങയുണ്ട്, കാന്താരി നെല്ലിക്ക ഉണ്ട്, കാന്താരി നാരങ്ങ ഉണ്ട്, മാങ്ങ, ഈത്തപ്പഴം, കയ്പ ചെമ്മീനും, മാങ്ങ ചെമ്മീനും, എല്ലാം ഉണ്ട്. എല്ലാം നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നല്ലേ? എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവര് വീട്ടിലുണ്ടാക്കുന്ന 6 മാസം ഗ്യാരണ്ടി ഉണ്ട്. എല്ലാം ഇത് നാടൻ അച്ചാറ്, പെരയില് 6 മാസം ഗ്യാരണ്ടി ഉണ്ട്. അല്ലേ? നല്ല വെയിലും ഉണ്ട്, ചൂടാണ്. അപ്പൊ ഇത് വേറെ എവിടെയല്ല, നമ്മളെ മഞ്ചേരി മലപ്പുറം റോട്ടില് 22 മൈൽസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൻ്റെ നേരെ ആ ഒരു തൊട്ടടുത്ത് തന്നെ, ആ ഒരു വളവ് കഴിഞ്ഞ് തൊട്ടടുത്ത് റോഡ് സൈഡിലാണ് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന അച്ചാറ്, പുളിയിഞ്ചി, അതുപോലെയുള്ള ഒക്കെ നാടൻ എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതാണിപ്പോൾ നമ്മൾ അപ്പോൾ അവിടുന്ന് ഏതായാലും ഞങ്ങൾ വാങ്ങിക്കുകയാണ്. നമ്മൾ പോവല്ലേ? സന്തോഷായി, വീഡിയോയില് കാണുന്നതല്ലേ, സന്തോഷായി. ഓരോ ദിവസങ്ങളും ഭക്ഷണങ്ങളും. ഞങ്ങള് പോട്ടെ കേട്ടോ. ശരി. അങ്ങനെ ഞങ്ങൾ ഏതായാലും വീട്ടിലെത്തി. നമ്മളെ ആളിവിടെ ഉണ്ട്, റെഡിയായിട്ട് കാവലായിട്ട്. ഞങ്ങളിപ്പോൾ എന്താ കൊണ്ടുവന്നൊക്കെ നോക്കുകയാണ്. ഇപ്പം എന്തെങ്കിലും തിന്നാൻ ഒക്കെ ഉള്ളത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ഒരിതിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ച പുളിയിഞ്ചിയും നമ്മളെ പാത്രവും, അപ്പോൾ നമ്മളെ ചട്ടി, അതായത് നമ്മൾ ഇതിപ്പോൾ 1, 2, 3, 4, 5 എണ്ണം 100 രൂപ. അതായത് ഒരു ചട്ടിക്ക് നമ്മൾ സാധാരണ ചെടികളും അതുപോലെ മറ്റ് ഇതൊക്കെ ഇടാൻ പറ്റിയ ചട്ടി കണ്ടില്ലേ? നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയത്. ഇത് ഈ തുളസി ചെടി അതുപോലെ അങ്ങനെയുള്ള കുറച്ചുകളുണ്ട് അമ്മയ്ക്ക്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണിത്. തുളസിയൊക്കെ വെക്കാനാണ്, മുളകും തൈയൊക്കെ വെക്കാനാണ് ചെടി ചട്ടി. പിന്നെ ഇപ്പം നമ്മൾ വത്തക്ക, അതായത് നമ്മൾ തണ്ണിമത്തൻ, ഇപ്പം ഇങ്ങനെയൊരു തണ്ണിമത്തൻ ഉണ്ടല്ലോ. ഞാനിത് മിക്കവാറും ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ചൂടത്ത് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിയത്. പിന്നെ നമ്മളെ പുതിയത് ആ ഒരു ചേച്ചീൻ്റെ അടുത്ത് വാങ്ങിയത്. അപ്പോൾ അവർക്കും കൂടി ഒരു ഗുണമാവട്ടെ, നമുക്കിങ്ങനെ നല്ലതാണ്. അത് വെച്ചാൽ നല്ല വീട്ടിലുണ്ടാക്കണല്ലേ ഞങ്ങൾക്ക്. അതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണിത്, അവിടുന്ന് കുറച്ച് പോയാൽ മതി. ഞങ്ങൾക്ക് അറിയുന്നതാണിത്. അപ്പോൾ അവർ നല്ല വൃത്തിയിൽ നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പുളിയിഞ്ചി പേരിഞ്ചി വീട്ടിലുണ്ടാക്കണ്ട. അപ്പോൾ ഈ വഴിക്ക് വരുന്നവർക്കൊക്കെ, അതായത് ആ ഒരു റൂട്ടിൽ വരുന്നവർക്ക് ശ്രദ്ധിക്കാം. അവിടെ ആ ഒരു സൈഡിൽ, റോഡ് സൈഡിൽ 22 മഞ്ചേരി 22 ആ റോഡ് സൈഡിൽ. അപ്പോൾ അവിടുന്ന് വാങ്ങിക്കാം. പിന്നെ ഇപ്പോൾ ഈ മാങ്ങ കണ്ടില്ലേ? പിന്നെ ഇപ്പോൾ ഞങ്ങളവിടുന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചല്ലോ. അപ്പോൾ ഒരു സമൂസ ഇതായിരിക്കും നമ്മളെ പൂച്ചക്കുള്ളത്. കാരണം പൂച്ചക്കില്ലാതെ പറ്റില്ല. അപ്പോൾ തന്നെ ഇവിടെ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ 3 മണീൻ്റെ പലഹാരം പൂച്ചയ്ക്ക് ഇത് ആണ് കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.